മറ്റു വാർത്ത ആലപ്പുഴ എഴുപുന്ന ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. വിശേഷ ദിവസങ്ങളിൽ ചാർത്തുന്ന തിരുവാഭരണം അടക്കം 20 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് കാണാതായത്. കൊല്ലം സ്വദേശിയായ കീഴ്ശാന്തി ശ്രീവത്സനെയും കാണാനില്ല. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഈ ശ്രീവത്സൻ വളരെ നാളുകളായി ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയായി പ്രവർത്തിച്ചു വരുന്ന ആളാണോ? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മോഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്? അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സിജു, വിഷു ദിവസമായതുകൊണ്ട് ഇന്നലെയാണ് തിരുവാഭരണം ചാർത്തി ദർശനം നടത്തിയത് ഭക്തജനങ്ങൾ. അതിനുശേഷം രാത്രി 11 മണിയോടുകൂടി ഈ തിരുവാഭരണം മടക്കി ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കണം. പക്ഷെ അങ്ങനെ നടക്കാതെ വന്നതോടുകൂടിയാണ് അന്വേഷണം നടത്തുകയും കീഴ്ശാന്തിയെ കാണാനില്ല എന്ന് വിവരം അറിയുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ തിരുവാഭരണങ്ങളും നഷ്ടപ്പെട്ടതായിട്ട് ബോധ്യപ്പെട്ടു. ഈ കീഴ്ശാന്തി എന്ന് പറയുന്നത് മേൽശാന്തി ലീവിലായിരുന്നു. അദ്ദേഹം പകരക്കാരനായി വിട്ടതാണ്. ഫലത്തില് ഈ മേൽശാന്തിയെ കുറിച്ചോ കീഴ്ശാന്തിയെ കുറിച്ചോ യാതൊരു വിവരവും ക്ഷേത്രം ഭാരവാഹികൾക്കില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനും കൃത്യമായിട്ടൊരു അന്വേഷണം നടത്താൻ കഴിയുന്നില്ല. കൊല്ലം സ്വദേശിയാണ് കീഴ്ശാന്തി. ഇത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രമാണോ? ദേവസ്വം ബോർഡ് ക്ഷേത്രം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അത്തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ഒരു മോഷണം നടന്നിരിക്കുന്നത്. അവിടെ ദേവസ്വം ബോർഡ് ക്ഷേത്രമാണെങ്കിൽ സ്വാഭാവികമായും കീഴ്ശാന്തി ഉൾപ്പെടെയുള്ളവർ സ്ഥിര ജീവനക്കാരായിരിക്കുമല്ലോ, വിവരങ്ങൾ അവർക്കുണ്ടായിരിക്കുമല്ലോ ദേവസ്വം ബോർഡിൽ. സ്ഥിരം ജീവനക്കാരായിരുന്നു. പക്ഷേ മേൽശാന്തി ലീവ് ആയതുകൊണ്ട് പകരം ക്ഷേത്രാചാരങ്ങൾക്ക് വേണ്ടിയിട്ട് നിയോഗിച്ച വ്യക്തിയാണ് ഇപ്പോൾ ഈ തിരുവാഭരണവുമായിട്ട് മുങ്ങിയിരിക്കുന്നത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. CCTV ദൃശ്യങ്ങളും മറ്റും പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഇയാൾക്കായിട്ടുള്ള തെരച്ചിൽ നടത്തി വരികയാണ്. ഇയാളാണ് ഈ കീഴ്ശാന്തിയാണ് തിരുവാഭരണവും കൊണ്ട് കടന്നിരിക്കുന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. എഴുപുന്ന ക്ഷേത്രത്തിലെ തിരുവാഭരണം അടക്കമുള്ള 20 പവൻ ആഭരണങ്ങൾ കാണാതായി. ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയെയും കാണാതായിരിക്കുന്നു.